ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് നമ്മളെ കമ്മിറ്റീസ് അല്ല NEPന്റെ ഏരിയയും അതേപോലെ 5 ഇയർ പ്ലാന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് തുടങ്ങിയാലോ? റെഡി ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ജസ്റ്റ് ഒന്ന് ഓർമ്മ ഉണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, ആചാര്യ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി ഇല്ലായിരുന്നോ? അത് ഏത് ഇയറിലായിരുന്നു? യെസ്, 1990 ആണ് അല്ലേ? പിന്നെ ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റിയോ? യെസ്, വെരി ഗുഡ് അശ്വതി. 1992 ആയിരുന്നു. ഓക്കെ, അപ്പോ ഇന്ന് നമ്മള് എഡ്യൂക്കേഷണൽ ബോഡീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷനും അതേപോലെ ക്വസ്റ്റ്യൻസും ആണ് നോക്കുന്നത്. പുതിയതായിട്ട് വലുതായിട്ട് കുറെ ഒന്നും പഠിക്കാനില്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും നമ്മൾ ഇന്ന് കുറച്ചൊന്ന് ലൈക്ക് ക്ലാസ് പക്ക സ്പീഡിൽ പോകില്ല, കുറച്ചൊന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പോലെ അല്ലെങ്കിൽ പോലും കുറച്ചൊന്ന് പറയട്ടോ. കാരണം ഇനി നെക്സ്റ്റ് PYQ, അതായത് December 24 PYQs കഴിഞ്ഞാല് June 24 മുതൽ നമ്മൾ PYQs ഇങ്ങനെ പോർഷൻസ് ആദ്യം കവർ ചെയ്തിട്ട് പോവാതെ PYQ ഓറിയന്റഡ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അതല്ലേ നല്ലത്? നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എല്ലാ ക്ലാസ്സിലും പറയേണ്ടേക്കാട്ടും ബെറ്റർ. എന്നിട്ട് നമുക്ക് മൊത്തം ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഒന്ന് പഠിക്കാനുള്ള പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യും ചെയ്യാം. അതാവില്ല ബെറ്റർ, നമുക്ക് ക്വസ്റ്റ്യൻസ് മാക്സിമം കവർ ചെയ്യാനും പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു December 24 ഇനിയുള്ള ഏരിയാസ് കുറച്ചൊന്ന് നമുക്ക് പഠിച്ചിട്ട് തന്നെ പോവാം. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ കിട്ടണമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എഡ്യൂക്കേഷണൽ ബോഡീസ് കോമൺ ആയിട്ടുള്ള ബോഡീസിന്റെ കോമൺ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. എല്ലാ ബോഡീസിനും സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടാവും. ഇത് കോമൺ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് കേട്ടോ. പോളിസി ആൻഡ് പ്ലാനിങ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് റെഗുലേഷൻ, കരിക്കുലം ആൻഡ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫണ്ടിങ് ആൻഡ് കോർഡിനേഷൻ. ഇനി നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡീസ് നോക്കും. അതിലെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസും ഉണ്ടായിരിക്കും കേട്ടോ. അത് അവിടെ തന്നെ കവർ ചെയ്യും. പൊതുവെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാറുള്ളത് നമ്മൾ ക്രോണോളജി ആക്കാനും പിന്നെ ഫങ്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആണ് കേട്ടോ. അപ്പോ ഇയേഴ്സും ഓരോന്നിന്റെയും ഫങ്ഷൻസും എന്തെങ്കിലും ഒരു കീവേഡ് ഉണ്ടാവുമല്ലോ, അത് നോക്കി വെക്കാം കേട്ടോ. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. സൗണ്ട് ബ്രേക്ക് ആവുണ്ടോ? ഓവറായിട്ട് ബ്രേക്ക് ആവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ബുദ്ധിമുട്ടാവണ രീതിക്ക് ബ്രേക്ക് ആവുണ്ടോ? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ബോഡി നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു ബോഡിയാണ് കേട്ടോ. അപ്പം ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. IUB 1925 ഫോം ചെയ്തിട്ടുള്ളത്. IUB എന്ന് പറഞ്ഞാല് ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡാണ്. ഇത് 1925 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഇതിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാല് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ ഇടയിൽ കോർഡിനേഷൻസ് പ്രൊമോട്ട് ചെയ്യാനും അവർ തമ്മിലുള്ള മ്യൂച്വൽ ആയിട്ടുള്ള കൺസൾട്ടേഷൻ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതൊരു റെപ്രസെന്റേറ്റീവ് ബോഡി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല
ലൈക്ക് പക്ക ഒരു അക്കാഡമിക് ഏരിയ മാത്രമല്ല, കൾച്ചർ, സ്പോർട്സ്, പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ഏരിയാസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫോക്കസ് ചെയ്തിട്ടും കൂടി ഉള്ള ഒരു ബോഡി ആയിരുന്നു ഇന്റർ യൂണിവേഴ്സിറ്റി ബോഡി. പിന്നീട് 1973 ഇത് റീനെയിം ചെയ്തിട്ട് ഒന്ന് റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള പേരിൽ. അത് 1973 കേട്ടോ. അപ്പോ എന്താക്കി, കുറച്ച് ഫങ്ഷൻസും കൂടി കൂട്ടിയിട്ടുണ്ട്. അതിൽ പെട്ടിട്ടുള്ളതാണ് മ്യൂച്വൽ റെക്കഗ്നീഷൻ ഓഫ് ഡിഗ്രീസ്, അതായത് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇന്ത്യൻ ആൻഡ് ഫോറിൻ ക്വാളിഫിക്കേഷന്റെ ഈക്വലൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മള് സ്പോർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതെന്നാണ് സ്പോർട്സ്, റിസർച്ച്, അതേപോലെ ഹയർ എഡ്യൂക്കേഷന്റെ കേസിൽ ഗവൺമെന്റിന് അഡ്വൈസസ് കൊടുക്കുക എന്നുള്ളതും അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ IUB 1925 ഫോം ചെയ്തിട്ടുള്ളത്, ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ്. പിന്നെ AIUI അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് 1973. ഓക്കെ, ഇത് മാത്രമാണ് കേട്ടോ നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഏരിയാസ് തന്നെയാണ് മിക്ക ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. എഡ്യൂക്കേഷൻ ആണ് 5 കേട്ടോ. മാമിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, ഇടക്ക് എന്താ പറയണെന്ന് മനസ്സിലാവണില്ലേ മാം? ബ്രേക്ക് ആവണ്ടല്ലേ, ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പോഴും ബ്രേക്ക് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് AICTE ആണ്. 1945 ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. ഫംഗ്ഷൻ എന്തായിരിക്കും? ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുക, അതേപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം വൊക്കേഷണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നൊക്കെ പറയല്ലോ, ആ ഏരിയാസ് ആണ് കേട്ടോ. എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, ഫാർമസി, അങ്ങനത്തെ ഏരിയാസ് ഒക്കെ ആണ്. പിന്നെ അതേപോലെ തന്നെ പുതിയ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കോഴ്സുകളൊക്കെ അപ്രൂവ് ചെയ്യുക എന്നുള്ളതും കൂടി AICTE ഫംഗ്ഷൻ ആണ് കേട്ടോ. നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോവാ കേട്ടോ. ഇനി നമ്മൾ റിവിഷൻ ആസ്പെക്റ്റിൽ മാത്രം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ 5 ഇയർ പ്ലാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിലെ. അതില് 5 ഇയർ പ്ലാൻസ് ലൈക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത് പ്ലാനിംഗ് കമ്മീഷൻ ആണ്. പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത് 1950 അതിന് യോജന ആയോഗ് എന്നും പറയാറുണ്ട്. ഇന്ത്യസ് 5 ഇയർ പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് പ്ലാനിംഗ് കമ്മീഷൻ ആണ്. പിന്നീട് 2015 ഇത് നീതി ആയോഗ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ലൈക്ക് ഗവൺമെന്റ് മാറിയപ്പോ. അപ്പൊ നമുക്ക് നീതി ആയോഗ് നോക്കാം. നീതി ആയോഗ് 2015 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ നീതി എന്നുള്ളതിന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. പിന്നെ നീതി ആയോഗ് എന്താണ്? തിങ്ക് ടാങ്ക് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഇതിൽ നമ്മൾ എഡ്യൂക്കേഷണൽ സെക്ടറിൽ നോക്കുമ്പോൾ എഡ്യൂക്കേഷൻ സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് റിലേറ്റഡ് ആയിട്ടും സ്ട്രാറ്റജീസ് റിലേറ്റഡ് ആയിട്ടും അഡ്വൈസസ് ഗവൺമെന്റിന് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. തിങ്ക് ടാങ്ക് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് നീതി ആയോഗ് 2015. ഇനി നെക്സ്റ്റ് UGC ആണ്. UGC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1956. ഓക്കെ ഓക്കെ ഓക്കെ
UGC എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1956 സ്ലൈഡ്സ് ഷെയർ ചെയ്യൂ കേട്ടോ. ഒരു 2 weeks ചിലപ്പം ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, UGCന്റെ ഫുൾ ഫോം യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്നുള്ളതാണ്. UGC നമ്മൾ AICTEന്റെ ഫംഗ്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ. എന്നാൽ UGC നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷനിലെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക, അത് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് UGCന്റെ ഫംഗ്ഷൻസ്. അതേപോലെ യൂണിവേഴ്സിറ്റീസിനും കോളേജുകൾസിലൊക്കെ ഗ്രാന്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഹയർ എഡ്യൂക്കേഷനിൽ പോന്നിട്ട് സ്കൂൾ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് NCERT. NCERT 1961 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. NCERTന്റെ ഫുൾ ഫോം നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. അക്കാഡമിക് അഡ്വൈസറി ബോഡി ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. നമുക്കറിയാം നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ലൈക് +1 +2 ഒക്കെ NCERT ആണ് അല്ലെ ഉണ്ടാക്കുന്നത്. അപ്പം കരിക്കുലം ഫ്രെയിംവർക്കുകൾ ഡെവലപ്പ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കുകൾ പബ്ലിഷ് ചെയ്യുക, സ്കൂൾ ലെവൽ എഡ്യൂക്കേഷണൽ റിസർച്ചുകൾ കോർഡിനേറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത് NCERTന്റെ ഫംഗ്ഷൻസ് ആണ് കേട്ടോ. 1961 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. ഇനി നെക്സ്റ്റ് ICSSR. ICSSR 1969 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്നുള്ളതാണ് ഫുൾ ഫോം. ICSSR ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? പേര് പോലെ തന്നെ സോഷ്യൽ സയൻസ് റിസർച്ച് ഏരിയയിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അതിൽ എന്തൊക്കെ വരും? ഗ്രാന്റ്സ് കൊടുക്കുക, ഫെലോഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, സോഷ്യൽ സയൻസ് ഏരിയയിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ICSSRന്റെ ഫങ്ഷൻസ് ആണ്. ഇനി നെക്സ്റ്റ് ICHR. ഇതൊക്കെ കോമൺ ടേംസ് തന്നെയാണ് കേട്ടോ. അതിൽ ഇതിന്റെ ഫീൽഡ് ഏതാണോ അത് മാത്രമാണ് വ്യത്യാസമുള്ളത്. ICSSR ഇവിടെ ICHR ആണ്. HR എന്ന് പറയുമ്പം ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് 1972 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഫങ്ഷൻസ് എന്തായിരിക്കും? ഹിസ്റ്റോറിക്കൽ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, അതിൽ ഫെലോഷിപ്പുകൾ കൊടുക്കുക. നമ്മൾ സോഷ്യൽ സയൻസിൽ പറഞ്ഞ പോലെ തന്നെ, പക്ഷെ ഇതിന്റെ ഏരിയ ഡിഫറെന്റ് ആണ് എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെമിനാറുകളും കോൺഫറൻസുകളൊക്കെ ഫണ്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതും ICHRന്റെ ഫംഗ്ഷൻ ആണ്. ഇനി നെക്സ്റ്റ് ICPR 1977 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച് എന്നാണ് ഫുൾ ഫോം. PR ഫിലോസഫിക്കൽ റിസർച്ച് ആണ് 1977. അപ്പൊ എന്തായിരിക്കും ഫംഗ്ഷൻ? ഫിലോസഫി ആൻഡ് അതെ ക്രോണോളജിയിലാണ് കേട്ടോ. നീതി ആയോഗ് മാത്രമാണ് നമ്മൾ അവിടെ പ്ലാനിംഗ് കമ്മീഷന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് അതിന്റെ തന്നെ ബാക്കിയായിട്ട് വരുന്നോണ്ടാണ്. അത് 2015 ബാക്കിയുള്ളതെല്ലാം ഓർഡറിലാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച് ഫിലോസഫി റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, ഫെലോഷിപ്പുകളും ഗ്രാന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അതിന്റെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ICPR ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച് 1977 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് NIEPA 1979 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. NIEPAന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. ഫുൾ ഫോം പഠിച്ചാൽ തന്നെ ഇത് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന മിക്ക ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം അതിൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ടേം ഉണ്ടാവും. ഓക്കെ, അപ്പോ NIEPAന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഡീം ടു ബി യൂണിവേഴ്സിറ്റി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഡീലിംഗ് വിത്ത് കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് റിസർച്ച് ഇൻ ദ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷണൽ ഫീൽഡിലെ പ്ലാനിങ്ങും മാനേജ്മെന്റും ഈ ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകളുമായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് NIEPAന്റെ ഫങ്ഷൻസ്. മറ്റ് ഫങ്ഷൻസ് ആണ് എഡ്യൂക്കേഷണൽ പ്ലാനേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടാവില്ലേ, ഇവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. പിന്നെ
ഈ ഒരു ഏരിയയിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളില്ല റിസർച്ചുകൾ പ്രൊമോട്ട് ചെയ്യുക, റിസർച്ചുകൾ നടത്തുക എന്നുള്ളതും. പിന്നെ മാത്രമല്ല നമ്മൾ പറഞ്ഞു ഒരു ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണ് അല്ലെ, അതുകൊണ്ട് തന്നെ ഈ എഡ്യൂക്കേഷണൽ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലുള്ള MPhilകളും PhD പ്രോഗ്രാംസും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. NIEPA നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ 1979 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് ആണ് IUC. IUC എന്ന് പറഞ്ഞാല് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റേഴ്സ് ആണ്. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള സെന്റേഴ്സ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1984 ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? യൂണിവേഴ്സിറ്റീസ് തമ്മിൽ റിസോഴ്സുകൾ ഷെയർ ചെയ്യുക, അതേപോലെ കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡ്സിൽ ലൈക്ക് അസ്ട്രോണമി ഓർ ബയോടെക്നോളജി ഇങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതുവെ എല്ലാ കോളേജുകളിലും അവൈലബിൾ ആയിട്ടില്ലാത്ത സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലാണ് ഒന്നുകൂടി ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് UGC ആക്ടിന്റെ സെക്ഷൻ 12CCC കീഴിലാണ് കേട്ടോ. ഈ ഒരു സെക്ഷന്റെ കീഴിലാണ് ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കേട്ടോ, ഏത് സെക്ഷൻ ആയിരുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് NCTE. NCTE ഈ ടിന്റെ ഫുൾ ഫോം ഓർത്ത് വെക്കുക, ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ 1995 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കോർഡിനേറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതൊക്കെയാണ്. പിന്നെ ഈ ഒരു ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള സ്റ്റാൻഡേർഡുകളും നോംസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അത് സെറ്റ് ചെയ്യുക എന്നുള്ളതും NCTEന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. NCTE നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്, 1995 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് കേട്ടോ പ്രീവിയസ് സ്ലൈഡ്. ഇനി അടുത്തതാണ് റൂസ. റൂസ 2013 ഫോം ചെയ്തിട്ടുള്ളത്. റൂസന്റെ ഫുൾ ഫോം എന്താണ്? രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ. ഓക്കെ, ഇത് ഒരു CSS ആണ്, അതായത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് ബൈ MOE മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് വെച്ചാല് സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവുമല്ലോ, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്വാളിറ്റി അനുസരിച്ചൊക്കെ ആയിരിക്കും ഫണ്ടിന്റെ ഒരു കിടപ്പ്. ഓക്കെ, അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഹയർ എഡ്യൂക്കേഷന്റെ ഓവറോൾ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ആക്സസും ഇക്വിറ്റിയും കൂട്ടാൻ പറ്റും. പിന്നെ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ പറയാ, ഒന്നും കൂടി അതിൽ റിഫോംസ് നടത്താൻ അല്ലെങ്കിൽ ഒന്നും കൂടി നന്നാക്കി എടുക്കാൻ പറ്റും ത്രൂ സ്ട്രാറ്റജിക് ആൻഡ് നോം ബേസ്ഡ് ഫണ്ടിങ്. അങ്ങനെ ഫണ്ട് കൊടുക്കണ ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് റൂസ എന്നുള്ളത്. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ 2013. കണ്ടോ പ്രീവിയസ് സ്ലൈഡ്. ഇനി നെക്സ്റ്റ് നമ്മളെ NTA 2017 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് NTAന്റെ ഫുൾ ഫോം. NTAന്റെ ഫംഗ്ഷൻ എന്താണ്? മേ ബി നമുക്കും പരിചയം ഉണ്ടാവും. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്ക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ NTA കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് ആണ് നീറ്റ്, JEE, CUET, UGC, നെറ്റ് ഒക്കെ നമ്മൾ എക്സാം ഒക്കെ NTA ആണല്ലോ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നാഷണൽ ഏജൻസി എന്ന് വെച്ചാല് നമ്മുടെ ഒരു ഈ സിസ്റ്റം ഉണ്ടല്ലോ, ലൈക് ടെസ്റ്റിംഗ് സിസ്റ്റം, അതിനെ ഇന്റർനാഷണൽ ഒരു സ്റ്റാൻഡേർഡിലാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടും ഫെയർ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് സിസ്റ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് NTA ഫോം ചെയ്തിട്ടുള്ളത്. 2017 ഫോം ചെയ്തിട്ടുള്ളത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇനി അടുത്തത് HEFA 2017 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി. ഓക്കെ, ഇതാണ് കേട്ടോ ഫുൾ ഫോം. ഇത് നമ്മൾ ഫിനാൻസ് എന്ന് പറയുമ്പോഴും ഇവിടെ എന്താ ലൈക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ HEFA എന്നുള്ളത്. ഇതൊരു നോൺ പ്രോഫിറ്റ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്, NBFC, അണ്ടർ MOE ആൻഡ് കനറ ബാങ്ക് ആണ്. കനറ ബാങ്കും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും കൂടിയിട്ടുള്ളതാണ്. ഇത്
പ്രീമിയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവുമല്ലോ, ലൈക്ക് IIT, NITs ഒക്കെ, ഇവരുടെ അക്കാഡമിക് ആൻഡ് റിസർച്ച് ഏരിയാസിൽ പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ, ബിൽഡിങ്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ലോണുകൾ കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ഇന്നോവേഷൻ സെല്ല് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 2018 മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലാണ് ഇന്നോവേഷൻ സെല്ല് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? പേര് പോലെ തന്നെ ഇന്നോവേഷൻസ് പ്രൊമോട്ട് ചെയ്യുക, എന്റർപ്രണർഷിപ്പുകൾ പ്രൊമോട്ട് ചെയ്യുക, പിന്നെ കുട്ടികളുടെയും അതേപോലെ ഫാക്കൽറ്റീസിന്റെയും ഇടയിലുള്ള IPR ഡെവലപ്മെന്റ്, ലൈക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഒക്കെ. ഓക്കെ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, ഇയർ ഓർത്ത് വെക്കട്ടോ. ഇന്നോവേഷൻ സെല്ല് 2018 ആണ്. അടുത്തത് NRF 2023 വന്നിട്ടുള്ളത്. NRF ആരാണ്, ലൈക്ക് ഏത് NEP ആണ് സജസ്റ്റ് ചെയ്തത് എന്ന് ഓർമ്മയുണ്ടോ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. മറന്നുവേണോ? യെസ്, NEP 2020 NRF എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് 2023 NRF എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? പേര് പോലെ തന്നെ റിസർച്ച് നമ്മള് ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലും കോളേജസിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലും റിസർച്ചിനെ എല്ലാ രീതിക്കും തുടക്കം മുതൽ അതിന്റെ എല്ലാ ഡെവലപ്മെന്റും കൂടുതൽ നന്നാക്കുക എന്നുള്ളതാണ് NRFന്റെ ഫംഗ്ഷൻ. അംബ്രല്ല സ്ട്രക്ചർ ടു ഇംപ്രൂവ് ലിങ്കേജ് ബിറ്റ്വീൻ അക്കാഡമിയ ആൻഡ് ഇൻഡസ്ട്രി, അതായത് എംപ്ലോയ്മെന്റ് ആ ഒരു ഫീൽഡും ലൈക്ക് കമ്പനീസ് അങ്ങനത്തെ ഇതുമായിട്ട് നമ്മൾ അക്കാഡമിക്സ് ലിങ്ക് ചെയ്തിട്ട് പോവുക എന്നുള്ളതും കൂടി ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. ഇനി അടുത്തതാണ് QAA, ക്വാളിറ്റി അഷ്യൂറൻസ് ഏജൻസി. ഇതൊരു എക്സ്റ്റേണൽ ബോഡിയാണ്. എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവിടെ നടക്കുന്ന പ്രോഗ്രാംസും ഇതിന്റെ ഒക്കെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അസസ് ചെയ്യാനുള്ള ഒരു എക്സ്റ്റേണൽ ബോഡിയാണ് QAA എന്ന് പറയുന്നത്. ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസുകളുടെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നു. എന്തിലൂടെ? അക്രഡിറ്റേഷനും റിവ്യൂസും ഒക്കെ നടത്തിയിട്ട്. ഇനി നെക്സ്റ്റ്, ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ലാത്ത ഒരു ലൈക്ക് കമ്മീഷൻ ആണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇതുവരെ ഇതൊരു ഒഫീഷ്യൽ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിന്റെ ഒരു സ്ട്രക്ചർ ആണ് പറയുന്നത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഇതെന്തായിരിക്കണം? നമ്മൾ ഇപ്പൊ എന്തുണ്ട്? UGC ഉണ്ട്, AICT ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള റെഗുലേറ്ററി ബോഡീസ് ഉണ്ടല്ലോ. ഇതിനെ എല്ലാം റീപ്ലേസ് ചെയ്തിട്ട് ഒറ്റ ഒരു കൊടക്കീഴിലാക്കുക, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ. അതിൽ മെഡിക്കൽ ആൻഡ് ലീഗൽ ലോ അല്ലാത്ത എല്ലാ ഫീൽഡ്സും ഉൾക്കൊള്ളും. അതൊക്കെ ഒന്നാക്കുക എന്നുള്ളതാണ്. ഇതിന് 4 വേർട്ടിക്കൽസ് ഉണ്ട്. വേർട്ടിക്കൽസ് ഇമ്പോർട്ടന്റ് ആണ്. ഓർഡറിലും അതേപോലെ ഫുൾ ഫോമും പിന്നെ അതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതും കൂടി ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഫസ്റ്റത്തത് NHERC ആണ്. NHERC എന്ന് പറഞ്ഞാൽ നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? റെഗുലേഷൻ ആയിരിക്കും. രണ്ടാമത്തതാണ് NAC, നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? അക്രഡിറ്റേഷൻ ആണ് അല്ലെ. പേരുകൾ ഫുൾ ഫോം തന്നെ ഓർത്ത് വെക്കട്ടോ, എന്നാ പിന്നെ നമുക്ക് അതിലൂടെ ഫുൾ ഫോമും കിട്ടും ഫംഗ്ഷനും കിട്ടും. ഫംഗ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അടുത്തതാണ് HEGC, ഹയർ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിൽ. എന്നാണ് ഗ്രാന്റ്സ് കൊടുക്കുന്ന, ഫണ്ട് കൊടുക്കുന്ന അതിന്റെ വേർട്ടിക്കൽ ആണ് HEGC, ഹയർ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിൽ. അടുത്തത് GEC, ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ. അത് അക്കാഡമിക് സ്റ്റാൻഡേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ അത് മാത്രം പേരിൽ അതിന്റെ ഒരു ടേം വരാത്തതുള്ളൂ. അപ്പം അതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കുക. JEC, ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ, അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇനി അടുത്തതാണ് എഗെയിൻ ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാത്ത ഒരു ബോഡിയാണ് IRAHE എന്നുള്ളത്. ഇതിന്റെ ഫുൾ ഫോം ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി അതോറിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആണ്. ഇത് NKC, നാഷണൽ നോളജ് കമ്മീഷൻ
റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി അതോറിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഇത് എഗെയിൻ നമ്മൾ HECI പറഞ്ഞല്ലോ, അതേപോലത്തെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ബോഡിയാണ്. സിംഗിൾ ആയിട്ട് ബാക്കിയുള്ളതിനെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് കൊണ്ടുവരിക എന്ന് NTSE റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സെയിം HECIന്റെ സെയിം ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. UGCനെയും AICTEനെയും ബാക്കി റെഗുലേറ്ററി ബോഡീസിന്റെയും എല്ലാം റീപ്ലേസ് ചെയ്തിട്ട് ഒറ്റ ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി ബോഡി ആക്കിയിട്ട് മാറ്റാം. നാഷണൽ നോളജ് കമ്മീഷൻ, NKC ഏതിന്റെ? NKCക്ക് വേറെ പേരുണ്ടല്ലോ, ഓർമ്മ ഉണ്ടോ? നമ്മൾ പഠിച്ചതാണ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷന്റെ ഏരിയാസില്. ഓർമ്മ ഉണ്ടാവണം കേട്ടോ. ആർക്കും ഓർമ്മല്ലേ? യെസ്, യാ, ഇയർ വരെ പറയുണ്ടല്ലോ. സാം പിട്രോഡ കമ്മിറ്റി ആണ് അല്ലെ, നാഷണൽ നോളജ് കമ്മീഷൻ ആണ് ഫുൾ ഫോം. ഇയറും പറഞ്ഞിട്ടുണ്ട് അശ്വതി, 2005 ആണ് കേട്ടോ. ഇത് നമുക്ക് ഏത് ഏരിയയില്? കമ്മിറ്റി ആൻഡ് കമ്മീഷനിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നേരിട്ട് ക്വസ്റ്റ്യൻക്ക് പോകണോ അതോ ജസ്റ്റ് റിവൈസ് ചെയ്യണോ? കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ മാം, ഒന്ന് റിവൈസ് ചെയ്തു, ഇടയിലൊന്ന് നെറ്റ് ഇഷ്യൂസ് ഉണ്ടായി. ഓക്കെ, കുറെ ആൾക്കാർ ക്വസ്റ്റ്യൻ പറയുന്നു. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കാം, എന്നിട്ട് റിവൈസ് ചെയ്യാം. എന്നാ പിന്നെ ലെഫ്റ്റ് ഹാൻഡിയോൾക്ക് ലെഫ്റ്റും ചെയ്യാം. ഓക്കെ, ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണോ ക്വസ്റ്റ്യൻ നോക്കണോ? ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഓൾറെഡി അതിൽ ഓപ്ഷൻസ് വരും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാരും പരിഗണിച്ചുകൊണ്ട് റിവിഷന് നമുക്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ, പിന്നെ കുഴപ്പമില്ലല്ലോ. എന്നാ എല്ലാരും ആൻസർ പറയൂ. 1925 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അതിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊമോട്ട് യൂണിവേഴ്സിറ്റി ആക്ടിവിറ്റീസ് ബൈ ഷെയറിംഗ് ഇൻഫർമേഷൻ ആൻഡ് കോപ്പറേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, കൾച്ചർ, സ്പോർട്സ് ആൻഡ് അലൈഡ് ഏരിയാസ്. എല്ലാരും ആൻസർ പറയാൻ ട്രൈ ചെയ്യാട്ടോ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ പഠിക്കല്ലേ. സാജറ വളരെ കൃത്യമായിട്ട് വിത്ത് ഇയർ ഒക്കെ പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം അല്ലെ. എല്ലാരും DN ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ആൻസർ DN ആണ് അല്ലെ. ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് ആണ് IUB. IUBന്റെ ഇയർ 1925 ആണ്. പിന്നീട് അതിനെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് AIU എന്നാക്കി മാറ്റി 1973. ഓക്കെ, ഇതിപ്പോ എനിക്ക് ഇയർ ചോദിക്കാനുള്ള ഒരു അവസരം പോലും നിങ്ങൾ തരുന്നില്ലല്ലോ. നല്ല കുട്ടികളാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്? UGC എന്താണ് ചെയ്യുന്നത്? മിനിമം സ്റ്റാൻഡേർഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ അത് സെറ്റ് ചെയ്യുന്നു, പിന്നെ റെഗുലേഷനും ചെയ്യുന്നു. NAC ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ ഉറപ്പുവരുത്തുന്നു. HEFA ഗ്രാന്റ് ഇൻ എയ്ഡ് ടു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ശ്രദ്ധിക്കണേ, ഗ്രാന്റ് ഇൻ എയ്ഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാന്റ് ഇൻ എയ്ഡും അതായത് ഫണ്ടുകളും ലോണും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഗ്രാന്റ് ഇൻ എയ്ഡും ലോണും
തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അത് നന്നായിട്ട് നോട്ട് ചെയ്യട്ടോ. അത് ഇങ്ങനെ തന്നെ ഇപ്പം HEFനെ ചോദിക്കുമ്പം ലോൺസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ ഇതുവരെ വന്നിട്ടുള്ളതില്. പിന്നെ NIRF അതായത് നമ്മളെ NIRF റാങ്ക്സ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കട്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ. പിന്നെ ഓപ്ഷൻസ് നോക്കുക, എന്നിട്ട് നമുക്ക് ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാണ്ടോ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് തെറ്റാണെന്ന് ഉറപ്പുള്ള അതൊക്കെ ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് അതായിരിക്കും കേട്ടോ, എലിമിനേഷൻ സ്ട്രാറ്റജി. എല്ലാരും ആൻസർ ചെയ്യണില്ലേ? ഓക്കെ, ആദ്യം നമുക്ക് ഫുൾ ഫോമുകൾ നോക്കിയാലോ. UGCന്റെ ഫുൾ ഫോം എന്താണ്? മേ ബി എല്ലാവർക്കും ഉണ്ടാവും. യെസ്, HEGC ആണ് കേട്ടോ, ഈ അല്ല. UGCന്റെ ഫുൾ ഫോം യെസ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. ഞാൻ അശ്വതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, അശ്വതിക്ക് നല്ല സ്പീഡ് ഉണ്ട്, എല്ലാതും ഫസ്റ്റ് ആൻസർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി NAC. ഇത് NAC ശ്രദ്ധിക്കട്ടോ, 2 NAC ഉണ്ട്. HECIന്റെ കീഴിൽ നമ്മളൊരു പുതിയ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള NACനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ആ NAC അല്ല കേട്ടോ, ഇത് NAAC ആണ് ഇപ്പോ ഉള്ള NAC ആണ് കേട്ടോ. ഇപ്പൊ നമ്മളെ കോളേജുകളും ഒക്കെ റാങ്ക് ചെയ്യാറുള്ള NAC ഉണ്ടല്ലോ, ആ NAC ആണ് കേട്ടോ. അത് 2 A ഉണ്ട് ഇവിടെ, 1 A ഉള്ളതാണ് കേട്ടോ, നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ. NACന്റെ ഫുൾ ഫോം എന്താണ്? ആരാ കറക്റ്റ് പറഞ്ഞത് നോക്കട്ടെ, ആരും പറഞ്ഞിട്ടില്ലേ? NAC നമ്മള് ഇവിടെ കവർ ചെയ്തിട്ടില്ല കേട്ടോ, ഇനി വരുന്ന സെഷനിൽ നമ്മൾ കവർ ചെയ്യും. മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, ആരും ശരിയാക്കിയിട്ടില്ലേ? യെസ്, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ആണ് കേട്ടോ. ഓക്കെ, ഈ NAC NAAC നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ആണ്. മറ്റേ HECIന്റെ വെർട്ടിക്കലാണ് നമ്മൾ NAC എന്ന് പറഞ്ഞിട്ടുള്ളത്, നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ. ഓക്കെ, മാറിപ്പോവരുതേ. യെസ്, ജിനു പറഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ടൊരു A വിട്ട് പോയിട്ടുണ്ട് എന്നുള്ളൂ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ, ജിനു മാത്രമേ കറക്റ്റ് ആക്കിയിട്ടുള്ളൂ. ഇനി HEFA പറയൂ. യെസ്, ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി ആണ് കേട്ടോ. ഓക്കെ, ഫണ്ടിങ് അല്ല, ഫിനാൻസിങ് ആണ് കേട്ടോ, മാറിപ്പോവരുത്. ഇനി NIRF NIRF ഇതും നമ്മള് ഇപ്പോ പറഞ്ഞിട്ടില്ല. NIRF റാങ്കിങ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാകും മേ ബി കവർ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ആൻസർ ചെയ്യാം. യെസ്, രമ്യ പറഞ്ഞിട്ടുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആൻസർ നോക്കാം. ആൻസർ മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് C ആണ് കേട്ടോ ആൻസർ.
കാരണം എ കറക്റ്റ് ആണ്. UGC നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ റെഗുലേഷനും സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതുമാണ്. പിന്നെ ബി കറക്റ്റ് ആണ്. നാക്കിന്റെ ഫംഗ്ഷൻ എന്താണ്? ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ. നമ്മള് കോളേജുകളിലൊക്കെ ഗ്രേഡിംഗ് കൊടുക്കാറുള്ളത് നാക് ആണ്. പിന്നെ HEFA ഗ്രാൻഡ് എയ്ഡ് അല്ല കേട്ടോ. ഗ്രാൻഡ് എയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൂൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. HEFA കൊടുക്കുന്നത് ലോൺസ് പോലെയാണ് കേട്ടോ. അപ്പൊ അതിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ നിർഫ് എന്താണ്? റാങ്കിങ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് റാങ്ക് ചെയ്യുക. നിർഫ് റാങ്കിങ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പുതിയ നിർഫ് റാങ്കിങ് വന്നിട്ടുണ്ട് 2025. അത് ഇപ്പം കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ഉണ്ട് നിർഫ് റാങ്കിങ്ങില്. അതിൽ കഴിഞ്ഞ എക്സാമിന് റിസർച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് എല്ലാ കാറ്റഗറീസും ഒന്ന് ഓടിച്ചു പോവാട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഏത് ബോഡിയാണ്? NPTEL ആണോ, NCERT ആണോ, NCTE ആണോ, AICTE ആണോ? യെസ്, ഒരു കീവേഡ് ഓർത്താൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. സ്പീഡ് ആക്കാം കേട്ടോ. സോറി. ഓക്കെ, ഡി ആണല്ലേ ആൻസർ. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. ഇനി NPTEL ഓർമ്മ ഉണ്ട് എല്ലാവർക്കും? NPTEL നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ സ്വയം റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതാണ് NPTEL. NPTELന്റെ ഫുൾ ഫോം നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ആണ് കേട്ടോ. അത് മൂക്കിലൊക്കെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സ്വയത്തിലൊക്കെ നമുക്ക് NPTEL കോഴ്സുകളൊക്കെ ചെയ്യാം. പിന്നെ NCERT സ്കൂൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണ്. NCTE ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. AICTEന്റെ TEയും NCTEന്റെ TEയും മാറിപ്പോവരുത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മള് NPTELന്റെ ഫുൾ ഫോം നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ആണ്. NCERTന്റെ ഫുൾ ഫോം എന്താ? നാഷണൽ കൗൺസിൽ യെസ്, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. പിന്നെ NCTEന്റേത് നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുന്ന ആൻസർ ആണ്. നോക്കാം. 1956 UGC ആക്ട് റിപ്പീൽ ചെയ്യാ മീൻസ് ആ ഒരു ആക്ട് ഒഴിവാക്കുക. എന്നിട്ട് UGC ഫോം ചെയ്തിട്ടുണ്ടല്ലോ, UGCനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ബില്ല് ഏതാണ് എന്നാണ്. ഈ ബില്ല് ലൈക്ക് ഈ ബില്ല് ബേസ് ചെയ്തിട്ട് പുതിയത് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല, പക്ഷെ ആ ഒരു ബില്ല് ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ക്ലൂ വരെ തന്നു. ഇങ്ങനത്തെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമ്പോൾ ക്വസ്റ്റ്യനും ഓപ്ഷൻസും ഒന്ന് നന്നായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഏരിയയിൽ നിന്ന് തന്നെ ആവും. ഡയറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യന്റെ ആൻസർ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ കോമൺ സെൻസ് വെച്ചിട്ടും നമ്മൾ അതുവരെ പഠിച്ചത് വെച്ചിട്ടും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാവട്ടോ മിക്കതും. ഓക്കെ, ഡി ആണല്ലേ ആൻസർ. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബില്ലാണ്. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, UGCനൊക്കെ റീപ്ലേസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മളെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
പെട്ടെന്ന് ആൻസർ പറയൂ. NIEPA ഉണ്ട്, ICSSR ഉണ്ട്, NAAC NAC ഉണ്ട്, AICTE ഉണ്ട്. ഒറ്റൊന്ന് മാച്ച് ചെയ്താൽ മതി അല്ലേ? സി ആണ് മെജോറിറ്റി, ഇടയിൽ എ ഉണ്ട്. ഇതാണ് കേട്ടോ 36. പിന്നെ PPT മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യൂ കേട്ടോ. റിലേറ്റ് ചെയ്തിട്ട് ചെറിയൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് ലേറ്റ് ആവുന്നത്. PPT ഒക്കെ സെറ്റ് ആണ്. ഓക്കെ ഓക്കെ, അപ്പോ സി ആണല്ലേ ആൻസർ. NIEPA എന്താണ്? പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പം എന്തിലേക്കാണ് മാച്ച് ആവുക? സിക്കാണ് മാച്ച് ആവുക. എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് A3 എന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് സി ആൻസർ ഉറപ്പിക്കാം, ബാക്കിയുള്ളതൊന്നും നോക്കിയിട്ടില്ലെങ്കിലും. എന്നാൽ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ICSSR ഏതാണ്? സോഷ്യൽ സയൻസ് റിസർച്ച് ആണ് അല്ലേ? അപ്പൊ ഏതിലേക്ക് മാച്ച് ആകും? 4ലേക്ക് മാച്ച് ആവും. യെസ്, ഏത് നോക്കിയാലും മതി. നമുക്ക് സി അല്ലാത്ത, സിയിൽ മാത്രമാണ് 3 2 വരുന്നുള്ളൂ. പിന്നെ ബിയിൽ 1 2 വരുന്നുണ്ട്. പക്ഷെ അത് ആൻസർ അല്ല, അതുകൊണ്ട് തെറ്റാനും ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോ ICSSR 4 ആണ്. ടു പ്രൊമോട്ട് സോഷ്യൽ സയൻസ് റിസർച്ച് ആണ്. പിന്നെ NAC എന്താണ്? NAC 2 ആണ്. ടു അക്രഡിറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ AICTE ടു പ്രൊമോട്ട് ക്വാളിറ്റി ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആയിട്ട് ഉള്ള പെയറിനെ, അതായത് മാച്ച്ഡ് ആയിട്ടുള്ള പെയറിനെ സെലക്ട് ചെയ്യാനാണ്. ശരിയായിട്ടുള്ളതാണ് കേട്ടോ. AICTE ടീച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലുള്ളതാണ് കേട്ടോ ഞാൻ വായിക്കുന്നത്. ICSSR സോഷ്യൽ സയൻസ് റിസർച്ചിന് വേണ്ടിയിട്ടുള്ളതാണ്. NMC മെഡിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. NCTE ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ RCI സ്പെഷ്യൽ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ആൻസർ നോക്കാം അല്ലെ. ഡി ആണല്ലേ ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് AICTE ടീച്ചർ എഡ്യൂക്കേഷൻ ആണോ? അല്ല, ടെക്നിക്കൽ അതെ, ശരണ്യ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. AICTE ടെക്നിക്കൽ എഡ്യൂക്കേഷനും NCTE ഏതാണ്? ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആണ്. ICSSR സോഷ്യൽ സയൻസ് റിസർച്ച് ആണ്. NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആണ് കേട്ടോ. അത് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം MCI ആയിരുന്നു, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരുന്നു. പിന്നെ അത് റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ NMC. പിന്നെ RCI റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, അത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. യെസ്, കറക്റ്റ് ആണ് സാജിറ. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 2 MCI ഉണ്ട്, AICTE ഉണ്ട്, RCI ഉണ്ട്, NCTE ഉണ്ട്. ലിസ്റ്റ് 1 ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സസ് ഉണ്ട്. എയില് BEd or BEd MEd, ബിയില് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, 3 അതായത് C BTech or എഞ്ചിനീയറിംഗ് ആ ഒരു ഏരിയ, പിന്നെ ഡിയില് MBBS. ഇതില് എന്റെ ആൻസർ അറിയാണെങ്കിൽ തന്നെ ശരിയായിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും.
ഓക്കെ, ബി ആണല്ലേ ആൻസർ. ബി.എഡ് എം.എഡ് ഏതിലേക്കാണ് മാച്ച് ആവുക? NCTE ടീച്ചിങ് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ബി.എഡും എം.എഡ് ഒക്കെ നമുക്കറിയാം എഡ്യൂക്കേഷണൽ കോഴ്സുകളാണ്. യെസ്, B3 ആണ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് RCI ആണ്, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. പിന്നെ ബിടെക്കും എഞ്ചിനീയറിംഗും പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആയിരിക്കും അല്ലെ, AICTE ആണ്. പിന്നെ MBBS മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, അതാണ് കേട്ടോ. പിന്നെ NMC ആക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇല്ല, ICSSR ആണ് ട്ടോ ഉള്ളത്. പിന്നെ IC ഹിസ്റ്റോറിക്കൽ HR ഉണ്ട്, ICPR ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, UGC റെക്കമെൻഡേഷൻസ് ഓൺ ക്വാളിറ്റി അഷ്യൂറൻസ്. താഴെ പറഞ്ഞിട്ടുള്ളതിൽ ക്വാളിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള UGC റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കുക, ആൻഡ് അതായത് സ്റ്റേറ്റ്മെന്റ്സ് നന്നായിട്ട് വായിക്കുക, എന്നിട്ട് ഓപ്ഷൻസും നന്നായിട്ട് വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ആൻസറുകൾ വരട്ടെ. സിയും ഡിയും മാറി മാറി വരുന്നുണ്ടല്ലോ. നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഏരിയന്ന് കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ ഒരു December 24 ടേമില്. എല്ലാരും ഇപ്പൊ സീൽ ഉറച്ചോ? ഡിക്കാരൊക്കെ പോയോ? ഓക്കെ, സാന്ദ്ര വളരെ കോൺഫിഡന്റ് ആണ് സീന്റെ കേസിൽ. ഓക്കെ, നമുക്ക് നോക്കാം. സി ആണ് കേട്ടോ ആൻസർ. സിയും ഡിയും ഇയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം. എ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ഡിസ്മാൻഡ്ലിംഗ്. ഓക്കെ സാൻഡ്ര, വെരി ഗുഡ്. എയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിസ്മാൻഡ്ലിംഗ് അൺവയബിൾ കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. ക്വാളിറ്റി അഷ്യൂറൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള UGCന്റെ റെക്കമെൻഡേഷൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഡിസ്മാൻഡ്ലിംഗ് അൺവയബിൾ കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാല് ലൈക്ക് അത്ര ആക്റ്റീവ് അല്ലാത്ത കോളേജുകളും യൂണിവേഴ്സിറ്റീസും എന്ത് ചെയ്യാ? ഡിസ്മാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മള് പൊളിച്ചൊഴിവാക്കാന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തതാണ്. അതെന്തായാലും ലൈക്ക് ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് വെക്കാൻ ചാൻസ് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. ഇനി ബി നോക്കുക. ക്രിയേറ്റിംഗ് എ പാരലൽ അക്രഡിറ്റേഷൻ ഏജൻസി ഫോർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ഏജൻസി ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ UGC പറയുന്നില്ല കേട്ടോ. എല്ലാവർക്കും ഒരേ അക്രഡിറ്റേഷൻ ഏജൻസി എന്നാണുള്ളത്. അപ്പൊ അതും തെറ്റാണ്. ഇനി സി നോക്കുക. അഡോപ്ഷൻ ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രാക്ടീസസ്. അതൊക്കെ ഉണ്ടാവും അല്ലെ, അതായത് ക്വാളിറ്റി മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസുകൾ അഡോപ്റ്റ് ചെയ്യുക. പിന്നെ ഡി നോക്കുക. സസ്റ്റൈനിങ് ക്വാളിറ്റി ത്രൂ ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇന്നോവേഷൻ സെൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് കറക്റ്റ് ആണ്. പിന്നെ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്യൂട്ടബിൾ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ സിസ്റ്റം, അതിലൂടെയാണ് NAAC ഒക്കെ ഫോം ചെയ്തിട്ടുള്ളതും ഇപ്പം അത് ലൈക്ക് അതിന്റെ ഫങ്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സിയും ഡിയും ഇയും ആണ് കേട്ടോ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ചെയ്യാനാണ്. ഇതിൽ കുറച്ച് NEPന്റെ ക്വസ്റ്റ്യൻസും NEP റിലേറ്റഡ് ആയിട്ടുള്ള ഇതും വരുന്നുണ്ട് കേട്ടോ. പിന്നെ പ്ലേജിയറിസം റിസർച്ചിന്റെ സൈഡിൽ പഠിച്ചിട്ടുണ്ടാകും, അതും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓ ശ്രദ്ധിക്കാട്ടോ.
ഉറക്കം വരുന്നുണ്ടോ? ഓക്കെ, എന്തായാലും ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്നാണ് ഇതിന്റെ ഒരു ഓർമ്മ. നമുക്ക് നോക്കാം. എന്താണ് ആൻസർ? ബി ആണ് അല്ലേ? യെസ്, എയും ഡി ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. UGC റെഗുലേഷൻസ് ഫോർ പ്ലേജറിസം എലോ 10% ഓഫ് സിമിലാരിറ്റി ഇൻഡെക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. 10%ന്റെ മേലേക്ക് വരുമ്പോഴാണ് അത് പ്ലേജറിസം പ്രശ്നമായിട്ട് വരുന്നതും ഒക്കെ റിസർച്ചിന്റെ ഏരിയയിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നതാണ്. പിന്നെ രണ്ടാമത്തേൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എംഫസിസ് ഓൺ മദർ ടങ് ആസ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വാസ് ഫസ്റ്റ് സജസ്റ്റഡ് ബൈ NEP ആണ് അല്ലെ. യെസ്, NEP 2020 അല്ല ഫസ്റ്റ് ആയിട്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മദർ ടങ് ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ബ്രിട്ടീഷ് എറയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മീഷൻസും അതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മദർ ടങ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മദർ ടങ് ആക്കണം എന്നുള്ളത് NEP 2020 പറയുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് NEP 2020 അല്ല, അതുകൊണ്ട് അത് തെറ്റാണ്. പിന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വാസ് റെക്കമെൻഡഡ് ബൈ RTE 2009 ആണോ? അല്ലല്ലേ, NEP 1986 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡി കറക്റ്റ് ആണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. NEP 2020 സജസ്റ്റ് ചെയ്യുന്നതാണ് 5+3+3+ ഫോർ എഡ്യൂക്കേഷൻ, 5+3+3+ ഫോർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻസ്റ്റെഡ് ഓഫ് ഇതുവരെ ഉണ്ടായിരുന്ന 10+2+3 സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസും ആ ഒരു ഏരിയ ആണ്. അപ്പോ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പിന്നെ യൂണിവേഴ്സിറ്റിന്റെ ഏരിയയിൽ കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും ഒന്ന് ശരിക്ക് നോക്കണം. കാരണം യൂണിവേഴ്സിറ്റിന്റെ ക്രോണോളജി ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഞാൻ പ്ലാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാട്ടോ. അതായത് നമ്മൾ ഈ ഒരു December 24 ഫുൾ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തം പോർഷൻസ് റിവൈസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? June 23 മുതൽ June 24 മുതൽ ബാക്കോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് പക്ക ഒരു PYQ ഡിസ്കഷൻ മോഡിൽ തന്നെ പോവാം. അപ്പം എന്ത് ചെയ്യും? നമ്മൾ പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. മറ്റേത് ഇങ്ങനെ നമ്മൾ ഫുൾ ഒരു സ്പൂൺ ഫീഡിങ് പോലെ ആവും. അതല്ലേ ബെറ്റർ? യെസ്, നമുക്ക് ടൈമും കുറച്ച് ലാഭിക്കാൻ പറ്റും. പിന്നെ എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. യെസ്, PYQ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. ജസ്റ്റ് എക്സ്പ്ലനേഷനും കൂടി പറഞ്ഞിട്ട് പോവാം. ഇപ്പൊ റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പോ അല്ലാത്തവർക്ക് ഓക്കെ, റിവിഷൻ സ്പീഡ് ആക്കരുത്. സ്പീഡ് ആക്കില്ലെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് കൊണ്ട് തീരൂല, അതുകൊണ്ടാണ് കേട്ടോ. അതെ, ഹയർ എഡ്യൂക്കേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ നമ്മൾ പഠിക്കണത്. മാക്സിമം പറ്റാവണ രീതിക്ക് കഴിഞ്ഞു കേട്ടോ. ലെഫ്റ്റ് ചെയ്യണവർക്ക് ലെഫ്റ്റ് ചെയ്യാം. നമ്മൾ ഇന്നെടുത്ത കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്, താങ്ക് യു. ഗവേണൻസ് ഏരിയന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരാറില്ല കേട്ടോ. കമ്പാരിറ്റീവ്ലി വളരെ കുറവ് ക്വസ്റ്റ്യൻസാ വരാറുള്ളൂ. അപ്പം ലാസ്റ്റ് എക്സാമില് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് ഈ ഗവേണൻസിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കും അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുണ്ട് ഈ ഒരു ഇതിലും. പക്ഷെ കുറച്ചധികം വന്നിട്ടുള്ളത് ലാസ്റ്റ് എക്സാമിനാണ് കേട്ടോ. അപ്പം അതൊന്ന് ഒഴിവാക്കരുത് കേട്ടോ. ലാസ്റ്റ് എക്സാമിന് വന്ന സ്ഥിതിക്ക് ഇനി അടുത്ത എക്സാമിന് വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂലല്ലോ. മുന്നേ ഒന്നും വല്ലാണ്ട് ക്വസ്റ്റ്യൻസ് വരാത്തൊരു ഏരിയ ആയിരുന്നു കേട്ടോ അത്. ഓക്കെ, അപ്പൊ നമുക്ക് റിവൈസ് ചെയ്യാം കേട്ടോ. റിവിഷൻ വേണ്ടവർക്ക് നിക്കാം, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം കേട്ടോ. ബാക്കി പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. എക്സാമിന് ഇനി 47 ഡേയ്സ്, 47 ഇല്ല, ഇന്ന് 47 തീരും, 46 ഡേയ്സേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എഡ്യൂക്കേഷണൽ ബോഡീസിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് പോളിസി ആൻഡ് പ്ലാനിംഗ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് റെഗുലേഷൻ, കരിക്കുലം ആൻഡ് ഡെവലപ്മെന്റ്, ഫണ്ടിംഗ് ആൻഡ് കോർഡിനേഷൻ. ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് IUB ആണ്. ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് 1925 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് തമ്മിലുള്ള കോർഡിനേഷനും മ്യൂച്വൽ കൺസൾട്ടേഷനും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല എഡ്യൂക്കേഷൻ, കൾച്ചർ, സ്പോർട്സ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ്
ഇതൊക്കെ ഒരു പ്ലാറ്റ്ഫോമും റെപ്രസെന്റേറ്റീവ് ബോഡി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് IUB. പിന്നീട് 1973 അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. പിന്നെ അടുത്തതാണ് AICTE. 1945 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പുതിയ ടെക്നിക്കൽ എഡ്യൂക്കേഷൻസും കോഴ്സുകളും അപ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ ഉണ്ട്. പിന്നെ അടുത്തതാണ് പ്ലാനിംഗ് കമ്മീഷൻ. 1950 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. യോജന ആയോഗ് എന്ന പേരുണ്ട്. 5 ഇയർ പ്ലാൻസ് ഒക്കെ പ്ലാനിംഗ് കമ്മീഷന്റെ അണ്ടറിലാണ് വന്നിട്ടുള്ളത്. നീതി ആയോഗ് ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് 2015 വന്നിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ്. ഇതൊരു തിങ്ക് ടാങ്ക് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. നമ്മൾ എഡ്യൂക്കേഷണൽ ഫീൽഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റിന് പോളിസികളിലും സ്ട്രാറ്റജീസിലും ഒക്കെ അഡ്വൈസ് കൊടുക്കുന്നത് നീതി ആയോഗ് ആണ്. തൊട്ട് മുമ്പത്തെ സ്ലൈഡ് ഒന്ന് എടുക്കാൻ പറ്റുമോ? ഓക്കെ, നീതി ആയോഗ് ആണോ? അല്ല, പ്ലാനിംഗ് കമ്മീഷൻ. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് UGC 1956 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആണ് ഫുൾ ഫോം. ഓക്കെ, ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? കോർഡിനേറ്റ്, ഡിറ്റർമിൻസ് ആൻഡ് മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. നോൺ ടെക്നിക്കൽ ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ യൂണിവേഴ്സിറ്റീസിനും കോളേജസിനും ഗ്രാന്റ്സ് പ്രൊവൈഡ് ചെയ്യുക ഡിഫറെന്റ് ആയിട്ടുള്ള ഈ UGCന്റെ അണ്ടറിൽ തന്നെ ഏജൻസീസ് വഴി. അടുത്തത് NCERT 1961 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. സ്കൂൾ എഡ്യൂക്കേഷന്റെ അഡ്വൈസറി ബോഡി ആണ്. ഇനി നെക്സ്റ്റ് ICSSR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് 1969 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോഷ്യൽ സയൻസ് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുക, കൊളാബറേഷൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഫംഗ്ഷൻ. അടുത്തത് ICHR 1972 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. ഇതിൽ ഹിസ്റ്റോറിക്കൽ റിസർച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടുകളും ഗ്രാന്റുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഫംഗ്ഷൻ. അടുത്തത് ICPR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച് ആണ്. 1977 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എഗെയിൻ ഫിലോസഫി ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലുള്ള റിസർച്ചുകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. അടുത്തത് NIEPA 1979 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഫുൾ ഫോം. ഇത് പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഏരിയ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരും കേട്ടോ. ഓക്കെ, അതിന്റെ റിസർച്ചുകള്, ട്രെയിനിങ് പ്രോഗ്രാംസുകള്, പിന്നെ അതേപോലെ MPhil ആൻഡ് PhD പ്രോഗ്രാംസ് കൊടുക്കുക എന്നുള്ളതൊക്കെ NIEPA ഫങ്ഷൻസ് ആണ്. അടുത്തത് IUC, ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റേഴ്സ്. ഫസ്റ്റ് IUC എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1984 ഇത് റിസോഴ്സ് ഷെയറിംഗ് എമംഗ് യൂണിവേഴ്സിറ്റീസും കൊളാബറേഷനും ഒക്കെ ആണ്. ഓക്കെ, എസ്പെഷ്യലി സ്പെസിഫിക് ഫീൽഡ്സ് ലൈക്ക് ആസ്ട്രോണമി ഓർ ബയോടെക്നോളജി ആണ്. UGC ആക്ടിന്റെ 12 CCC സെക്ഷന്റെ കീഴിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അടുത്തത് NCTE 1995 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നാണ് ഫുൾ ഫോം. പിന്നെ പേര് പോലെ തന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ വരുന്നത്. പിന്നെ അടുത്തത് റൂസ 2013 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ എന്നാണ് ഫുൾ ഫോം. ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫണ്ടിങ് ആണ് കേട്ടോ. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഏരിയാസിലൊക്കെ. അടുത്തത് NTA 2017 വന്നിട്ടുള്ളത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? എൻട്രൻസ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് HEFA 2017 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിംഗ് ഏജൻസി ആണ്. ഒരു ബാങ്ക് പോലെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷെ നോൺ പ്രോഫിറ്റ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആണ്. മാർക്കറ്റ് ബേസ്ഡ് ലോൺസ് ഫോർ ബിൽഡിംഗ്സ് ആൻഡ് ഈ നമ്മളെ പ്രീമിയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള. അടുത്തതാണ് ഇന്നോവേഷൻ സെല്ല്. 2018 ഫോം ചെയ്യുന്നത്. ഹയർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലാണ് ഇന്നോവേഷൻ എന്താ പറയാ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. അടുത്തത് NRF നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ 2023 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്.
റിസർച്ചിന്റെ ഏരിയ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് QA ക്വാളിറ്റി അഷ്യൂറൻസ് ഏജൻസി ആണ്. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. പിന്നെ HECI ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബാക്കിയുള്ള മെഡിക്കൽ ആൻഡ് ലീഗൽ ഏരിയാസ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ റെഗുലേറ്ററി ബോഡീസിനെയും റീപ്ലേസ് ചെയ്തിട്ട് കൊണ്ടുവരണം എന്ന് പറയുന്ന ബോഡിയാണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇതിന് 4 വേർട്ടിക്കൽസ് ഉണ്ട്. NHERC, NAC, HEGC, GEC. NHERC നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ ആണ്, ഫംഗ്ഷൻ റെഗുലേഷൻ ആണ്. NAC നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ ആണ്, ഫംഗ്ഷൻ അക്രഡിറ്റേഷൻ ആണ്. HEGC ഹയർ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിൽ ആണ്, ഫണ്ടിങ് ആണ് ഫംഗ്ഷൻ. HEC ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ആണ്, അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ആണ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഫംഗ്ഷൻ. അടുത്തത് IRAHE ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി അതോറിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആണ്, റെക്കമെൻഡഡ് ബൈ NKC ആണ്. ഹയർ എഡ്യൂക്കേഷനെ മൊത്തം റെഗുലേഷൻ ഒരു സിംഗിൾ ബോർഡിന്റെ കീഴിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇല്ല, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല കേട്ടോ, ഇത് NKC റെക്കമെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. ഇനി മാക്സിമം 2 ക്ലാസ് കൊണ്ട് നമുക്ക് December 24 ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, നന്നായിട്ട് പഠിക്കാട്ടോ. ഓക്കെ, അപ്പോ യെസ്, HECIയും ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല കേട്ടോ. ഗുഡ് നൈറ്റ്. അപ്പോ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് നൈറ്റ്. പഠിക്കണോല് പോയിട്ട് പഠിക്കാട്ടോ, ഉറങ്ങണോൽക്ക് ഉറങ്ങാം, ഉറക്കും നമുക്ക് അത്യാവശ്യമാണ്. അനീസർ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ലാസ്റ്റ് മീറ്റിംഗില്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.